നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഏതൊരു വിഷയമെടുത്താലും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, അനുകൂലിച്ചും പ്രതികൂലിച്ചും. ഏത് വിഷയമാണെങ്കിലും, പ്രത്യേകിച്ച് ആരാധന ക്രമങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ ഇപ്പം അടുത്ത കാലത്തുണ്ടായതാണല്ലോ. ഇപ്പം പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയാണ് എന്ന് കരുതരുത്. ഇപ്പം ക്ഷേത്രത്തിലെ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള പ്രവേശനം, വസ്ത്രം ധരിച്ചിട്ട് വേണം എന്നുള്ള ഒരു സംഭവം. മറ്റൊന്ന്, ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് മുതലായവയെക്കുറിച്ച്. ഇത് രണ്ടും അടുത്ത കാലത്ത് കുറച്ചൊരു ചർച്ചാ വിഷയമായ കാര്യമാണ്. രണ്ട് ഭാഗക്കാർ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രായോഗികമായ വശം, താത്വികമായ വശം, ഇത് രണ്ടും കണക്കിലെടുക്കണം. താത്വികമായ ഒരു വശമില്ലെങ്കിൽ ഒരാചാരവും നമ്മുടെ ഈ സനാതനധർമ്മ വ്യവസ്ഥയിൽ ഉണ്ടാകില്ല. എല്ലാറ്റിനും അതിൻ്റേതായ ഒരു താത്വികമായ വശമുണ്ട്. ഇത് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നതാണ് എങ്കിൽ കൂടി അവർ പോലും ചിലപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് സംസാരിച്ചു എന്ന് വരാം. അത് നമ്മൾ കേൾക്കുന്നു. ഇപ്പം ഞാൻ വലിയ പണ്ഡിതനായതുകൊണ്ടല്ല. നമ്മളൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നമ്മളതിനെ ചിന്തിക്കും. ചിന്തിച്ച് നമ്മളുടെ മനസ്സിൽ ഇതാണ് ഉത്തമം എന്ന് തോന്നുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ വസ്ത്രത്തെക്കുറിച്ചാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാനുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ക്ഷേത്രം പ്രവേശനം നിർബന്ധമല്ല, അത് നിർബന്ധമല്ല. എൻ്റെ ചോദ്യം ഇതാണ്: ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി, നീ ക്ഷേത്രത്തിൽ പോയോ എന്ന് ആരും ചോദിക്കില്ല. അങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ എന്തുകൊണ്ട് അവിടെ നടക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൂടാ? കുപ്പായം അഴിച്ചു പോകണം എന്നുള്ള വ്യവസ്ഥയുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെ എന്തുകൊണ്ട് പോയിക്കൂടാ? അതിനെന്താ ഒരു തർക്കം? എന്തിനാണ് തർക്കം? ഇതാണ് എൻ്റെ ചോദ്യം. പോകണം എന്നൊരു നിർബന്ധവുമില്ല. ഈ പോകണം എന്ന് നിർബന്ധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചില ഡിമാൻഡുകൾ വെക്കേണ്ടത്. ഇതത് നിർബന്ധമില്ല, വേണമെങ്കിൽ പോയാൽ മതി, അത്രയേ ഉള്ളൂ. കാരണം അതാണ് സനാതനധർമ്മത്തിൻ്റെ നവവിധ ഭക്തികൾ. 9 തരത്തിൽ ഭക്തികളുണ്ട്. അതിലേത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അതേപോലെ തന്നെയാണ് ഈ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും. അത് ആന കാട്ടിലെ മൃഗമാണ്. അതിനെ മെരുക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെയായാലും അതിൻ്റെ മൃഗസ്വഭാവം പ്രകടിപ്പിക്കാതിരിക്കില്ല. അത് അങ്ങനെ ഇടഞ്ഞു നിൽക്കും. അതേമാതിരി വെടിക്കെട്ട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു. പിന്നെ ഇതൊക്കെ കെട്ടുന്ന സമയത്ത് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? കെട്ടിടങ്ങൾ തെറിക്കും, ഗർഭിണികൾക്ക് അത് പ്രശ്നം വരും. ഇങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ കൊണ്ടുവരാറുണ്ട്. കാണാം പല വീഡിയോകളും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊക്കെ കേട്ടാൽ ശരിയാണെന്ന് തോന്നും, അല്ലേ? ഇനി മറിച്ച് ഒന്ന് ചിന്തിക്കുക, ഇതിന് താത്വികമായ വല്ല വശമുണ്ടോ? ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. അത് നേരത്തെ പറഞ്ഞതാണ്. ഒരു മനുഷ്യനാണ് ഈശ്വര സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ട്? മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. അവന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയും, പുതിയ പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയും, അല്ലേ? അപ്പം മനുഷ്യനാണ് ശ്രേഷ്ഠം. അപ്പം ആ മനുഷ്യൻ്റെ ധർമ്മവ്യവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ സംസ്കാരത്തിലേക്ക് പ്രകൃതിയെ കൂടി ഉൾക്കൊള്ളിക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയെ കൂടി അതിലേക്ക് സമാഹരിക്കുക, ഉൾക്കൊള്ളിക്കുക, പ്രകൃതിയുടെ നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറ്റുക. ഇങ്ങനൊരു ഉദ്ദേശം കൂടി സനാതന ധർമ്മത്തിനുണ്ട്. ഇപ്പം പൂജാദികളിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. ഫലങ്ങളും പൂക്കളും നമ്മൾ എടുക്കുന്നു പൂജകൾക്കായിട്ട്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ പശുക്കളെ ഗോപൂജ അത് നടത്തുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും. ഇത് മാത്രമല്ല നമ്മുടെ സംസ്കാരം, അല്ലേ? ഇപ്പോൾ രജോ ഗുണപ്രധാനമുള്ള ക്ഷത്രിയ സ്വഭാവമുള്ള കുതിരകളെ നമ്മൾ ഉപയോഗിക്കുന്നു യുദ്ധത്തിനായിട്ട്.
അപ്പം ആരും ഒന്നും പറയുന്നില്ല, ഓ ഒരു വന്യജീവിയെ കൊണ്ടുവന്ന് അതിനെ പീഡിപ്പിക്കുന്നു, അതിന് വെടിയേൽക്കുന്നു, അത് മരിക്കുന്നു, അതിൻ്റെ കാലോടി, ഇതൊന്നും ആരും പറയാറില്ല. കുതിരകളെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കഴുതകളെ ചുമട് ചുമക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴും പരാതികളൊന്നുമില്ല അല്ലേ? ഈ ആന ക്ഷേത്രത്തിൽ ഇടയുന്നു, ആൾക്കാരെ ഉപദ്രവിക്കുന്നു എന്ന കാരണം കൊണ്ട് ആ ആനയെഴുന്നള്ളത്ത് ഒഴിവാക്കണം എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് ആന ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുകയല്ലേ വേണ്ടത് അല്ലേ? ആനയ്ക്ക് അതിനാവശ്യമുള്ള ഭക്ഷണം, അതിനാവശ്യമുള്ള വിശ്രമം, അതിനാവശ്യമുള്ള ഇണചേരാനുള്ള അവസരം, ഇതൊക്കെ കൊടുത്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിവുള്ള, ഉപദ്രവിക്കാത്ത, നല്ല ട്രെയിനിങ് ലഭിച്ച ഒരു പാപ്പാനെയും നിയോഗിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പം അതിനുള്ള സംവിധാനമല്ലേ ചെയ്യേണ്ടത്? ഈ പാപ്പാനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണം അല്ലേ? മദ്യപിക്കുന്നവനാണോ, അതൊന്ന്, പിന്നെ വെറുതെ ഉപദ്രവിക്കുന്ന സ്വഭാവമാണോ, അതൊക്കെ ശ്രദ്ധിക്കണം. അതിനൊക്കെ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആനയെ ഉപദ്രവിക്കുന്ന കണ്ട ഉടനെ അയാളെ പിരിച്ചുവിടണം, അതിന് സംഘടനയൊന്നുമില്ല, ഉപദ്രവിക്കാൻ പാടില്ല അല്ലേ? എന്തിനാ ആനയെ അടിക്കുക ചെയ്യുന്നത്? ഒരാവശ്യവുമില്ല. നല്ല ട്രെയിനിങ് ലഭിച്ച ആനയാണെങ്കിൽ പറഞ്ഞാൽ തന്നെ കേൾക്കും. പക്ഷെ അതിന് ഇതൊക്കെ വേണം. നല്ല വിശ്രമം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, പിന്നെ ഇണചേരാനുള്ള അവസരം സൃഷ്ടിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ ആനയെ കൊണ്ടുപോകാം. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് മുമ്പൊക്കെ മൺപാതകളായിരുന്നു, ഇപ്പം അങ്ങനെയല്ല, ഒക്കെ ടാർ ചെയ്ത റോഡുകളാണ്. അപ്പോൾ വെയിൽ കുലിച്ചു കഴിഞ്ഞാൽ ആകെ വല്ലാത്ത ചൂടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? മുമ്പ് കൊണ്ടുപോയ മാതിരിയല്ല, വാഹനത്തിൽ കൊണ്ടുപോവുക. മാത്രവുമല്ല, ഈ ആനയ്ക്ക് 4 കാലുമ്പിലും ഒരു കവചം, ചെരുപ്പ് എന്നൊരു കവചം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ നടത്താൻ? എന്തെല്ലാം കണ്ടുപിടിക്കുന്നു അതിൻ്റെ ഇടയിൽ. ഇനിയിപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. 4 കാലുമ്പിലും അതിൻ്റെ അളവിനനുസരിച്ച് ഒരു പാദരക്ഷ സംഘടിപ്പിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ലേ? അധികകാലം നിൽക്കുന്നുണ്ടാവില്ല. എന്നാലും ഈ ഇത്തരത്തിൽ കൊണ്ടുപോകുമ്പോഴെങ്കിലും നടക്കുമ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് സംഘടിപ്പിച്ചൂടെ? അതൊന്ന്. ഇങ്ങനെ പലതും ചെയ്യാവുന്നതാണ്, അല്ലാതെ കണ്ട് അത് ഒഴിവാക്കുകയല്ല വേണ്ടത്. പിന്നെ ഉള്ളൊരു വാദം വെടിക്കെട്ടിനെ കുറിച്ചാണ്. വെടിക്കെട്ട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. സത്യത്തിൽ ഞാൻ കേട്ടത് നേരെ മറിച്ച, മുമ്പ് ഇതേമാതിരി ഒരു പ്രശ്നം വന്നിരുന്നു. അന്ന് ഏതോ ഒരു വ്യക്തി ഈ വെടിക്കെട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനത് ഷെയർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഫോൺ മാറിയോട് കൂടിയിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. അതെന്താ കാരണം വിചാരിച്ചെങ്കിൽ അന്തരീക്ഷത്തിലുള്ള അണുക്കളെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ന്യായമാണെന്ന് കരുതാൻ സാധ്യതയുണ്ട്. കാരണം ക്ഷേത്രത്തിൽ വെടിവഴിപാട് അതില്ലേ? അപ്പോഴോ അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയാണോ വെടിവഴിപാട്? ആ ഒരു ചോദ്യമുണ്ട് അവിടെ. ഇനി വഴിപാടില്ലെങ്കിലും മറ്റു പല ക്ഷേത്രങ്ങളിലും രാവിലെയും വൈകുന്നേരവും വെടിക്കെട്ടുണ്ട്. കതിന പൊട്ടും, ഒരു 4-5 ചിലപ്പോൾ 10 വരെ ഒക്കെ കതിന പൊട്ടിക്കുന്നത് കാണാം. അതിൻ്റെ കണക്ക് എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും കതിന വെടി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. രാവിലെയും ഉണ്ട്, വൈകുന്നേരവും ഉണ്ട്. അപ്പം അതിൻ്റെ തത്വം, അപ്പം അതിനൊരു താത്വികമായ വശം ഉണ്ടെന്നുള്ള കാര്യമാണല്ലോ അത്, അല്ലാതെ വെറുതെ പൊട്ടിക്കുക അല്ലല്ലോ അത്. അപ്പം ഇതൊക്കെ ആലോചിച്ച് കണക്കിലെടുത്തിട്ട് വേണം അത് ചെയ്യാൻ. പിന്നെ ഇപ്പം ഈ പ്രകമ്പനം കൊള്ളിക്കുക അതൊന്നും ഇപ്പോൾ ഒരു വിഷയമാണോ? അതൊക്കെ വിഷയമാണോ ചോദിച്ചപ്പോൾ ഈ ദിവസം റെയിൽവേ ലൈനിന് തൊട്ടടുത്തുള്ള വീടുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ ഉള്ളൂ വെടിക്കെട്ടെന്ന് പറയുന്നത്. ഈ റെയിൽവേ ലൈനിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ ദിവസവും ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു പോകുമല്ലോ. ഇതിങ്ങനെ കുലുങ്ങി അതിൻ്റെ പ്രകമ്പനങ്ങൾ ജനലുകളിലൊക്കെ കാണാം അല്ലേ? അപ്പം അതൊക്കെ ഒരു വാദം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെടിക്കെട്ടിന് അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയാ ദോഷം, ആ ദോഷങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട്, ഈ ദോഷം വരാൻ കാരണം ജനസംഖ്യ കൂടി, മുമ്പത്തെ മാതിരിയല്ല.
മുമ്പ് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഇല്ല. ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പം അതിനുള്ള പരിഹാരം കണ്ടുകൊണ്ട് വെടിക്കെട്ട് കുറച്ച് ആകർഷകമായ രൂപത്തിൽ നടത്തുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ശരിയായ വശം. അല്ലാതെ കണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ജീപ്പിൽ ഒരു 11-11:30 ജീപ്പ് അല്ലെങ്കിൽ മറ്റ് പല വാഹനങ്ങൾ വിളിച്ച ആൾക്കാർ തൃശ്ശൂർ പൂരത്തിന് പോയിരുന്നു. എന്തിന്? വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രം. അതിനോട് സമയമാകുമ്പോഴേക്കും ഒരു 11-12 മണീൻ്റെ ഉള്ളിൽ ഇവിടുന്ന് പുറപ്പെടും. എന്നാൽ വെളുപ്പിന് അവിടെയുള്ള വെടിക്കെട്ട് കാണാൻ പാകത്തിൽ 1-2 പ്രാവശ്യം എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും പോയിരുന്നു. അങ്ങനെ വെടിക്കെട്ട് കാണാനായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഇല്ലെങ്കിൽ തൃശ്ശൂർ പൂരം മാതിരിയുള്ള പൂരങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? അത് സമൂഹത്തിൽ വളരെയധികം സാമ്പത്തിക നേട്ടം കൂടി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കളത്തിലിറങ്ങുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, ഉത്സവം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉത്സവ പറമ്പുകൾ വാടകയ്ക്ക് എടുക്കും ആൾക്കാർ, ലേലം ചെയ്തെടുക്കും കച്ചവടത്തിന്. ഇതിലൊക്കെ വരുമാനമുണ്ട്. നേരം വെളിച്ചാവോളം എത്ര ദിവസം പൂരമുണ്ടോ അത്ര ദിവസം കച്ചവടത്തിന് ലേലം പിടിച്ചെടുക്കുന്ന ആണല്ലോ മിക്കവാറും എല്ലാം ഉള്ളത്. അപ്പോൾ അതിനാണ് മുൻ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. കാരണം അതുകൊണ്ട് ജീവിക്കുന്നവർ നിരവധിയാണ്. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ പൂജാരി മുതൽ ഈ വള ഇടുന്ന വളച്ചെട്ടിച്ചിമാർ എന്നൊക്കെ പറയും, അതുവരെയുള്ള ആൾക്കാർ, അവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്ന, അവരുടെ കൂടി ജീവിത ഉപാധിയായിട്ട് മാറിയതാണ് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ. അപ്പോൾ വെടിക്കെട്ടും ആനയെഴുന്നള്ളിപ്പും ഇല്ലെങ്കിൽ എത്ര കച്ചവടം നടക്കും അവിടെ? ആരാ വരിക? ആലോചിച്ച് നോക്കണം. അപ്പോൾ അതും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളൊരു തീരുമാനത്തിലെത്താൻ. അല്ലാതെ കണ്ട് വൺ സൈഡ് തിങ്കേഴ്സ് ആകരുത്. ഞാനിവരെ പറയുന്ന പേരാണ് വൺ സൈഡ് തിങ്കേഴ്സ്. ഒരു ഭാഗം മാത്രം ചിന്തിക്കുന്നവർ. എൻ്റെ മനസ്സിൽ വന്നൊരു പദമാണത്. അപ്പം അങ്ങനെ ആകരുത്. ഒരു ഭാഗം മാത്രം ചിന്തിക്കുക. അല്ല, 2 ഭാഗവും ചിന്തിച്ചതിന് ശേഷം ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത് എന്ത്? അതിനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. തിരുമേനിയുടെ അടുത്ത് പോയ കാര്യം, ഒരു വൈദ്യൻ്റെ അടുത്ത് പോയ കാര്യം. കാലും ഒരു മുറിവുമായിട്ട് വന്ന പ്രമേഹ രോഗിയോട് ഡോക്ടർ പറഞ്ഞത് കാല് മുറിച്ച് കളയണമെന്ന്. അപ്പോഴാണ് വൈദ്യർ പറഞ്ഞത്, ഓ ഭാഗ്യം, കൊതുക് കടിച്ച് ചൊറിഞ്ഞ് പൊട്ടി അത് വലുതായതാണ്. അപ്പോഴാണ് വൈദ്യർ പറഞ്ഞ, ഭാഗ്യം, കൊതുക് നിന്റെ കഴുത്തിന് കടിച്ചില്ലല്ലോ. ആ കൊതുകിന് നന്ദി പറയണം. കഴുത്തിന് കടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചൊറിഞ്ഞ് പൊട്ടും. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ കഴുത്ത് വെട്ടണം. അതാണല്ലോ ഈ കണക്കിൽ പോവുകയാണെങ്കിൽ. ഒരു കളിയാക്കുന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിന് ആന്തരികമായ അർത്ഥം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയല്ല, അതെങ്ങനെ നമ്മളെ കടിപ്പിക്കാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വിരുദ്ധമായ അഭിപ്രായം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു വേദാന്തിയാണെന്നാണ് എൻ്റെ ഭാഷ്യം. എനിക്കിവിടെ ഉത്സവം നടന്നാലും പ്രശ്നമില്ല, നടന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. വെടിക്കെട്ടുണ്ടായാലും പ്രശ്നമില്ല, വെടിക്കെട്ടില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം അതിനൊക്കെ അതീതമായിട്ടാണ് ഉള്ളത്. നവവിധ ഭക്തികളിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം എന്ന അഭിപ്രായക്കാരനാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. ഇതാണ് 9 തരത്തിലുള്ള ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 തരത്തിലുള്ളതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പൊ ഇതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല അല്ലേ? കർമ്മകാണ്ഡമാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയാണല്ലോ ധർമ്മം. എനിക്ക് ചെയ്യാനുള്ള എന്തോ അത് ഞാൻ ചെയ്യാം. എന്നെ ഞാനായി നിലനിർത്തുന്ന കാര്യം എന്തോ അത് വൃത്തിയായിട്ട് ചെയ്യുക. അതാണ്. അത് ചെയ്യാനുള്ള ഉപാധികളാണ് ഇതൊക്കെ. ഈ ഉപാധികളൊന്നും ആവശ്യമില്ലാത്തവർക്ക് അത് ചെയ്താൽ മതി. മനസ്സിലായില്ലേ?
പക്ഷേ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം നമുക്ക് പറയാമല്ലോ. അപ്പോൾ ക്ഷേത്രത്തിലിപ്പോൾ വെടിക്കെട്ടും ആന ഒഴിവാക്കണോ? ഒഴിവാക്കാം. വേണ്ടേ? വേണ്ട. പക്ഷേ അതിനുവേണ്ടി പറയുന്ന ന്യായീകരണങ്ങളൊന്നും യുക്തിയല്ല. താത്വികമായിട്ടുള്ളതും സാമൂഹ്യമായിട്ടുള്ളതും ഒരു വശം അതിനുണ്ട്. ആ വശത്തെ നമ്മൾ അംഗീകരിക്കണം. ഇനിയിപ്പോൾ താത്വികം വിട്ടാൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പോൾ കാരണം ഇതുകൊണ്ട് എത്ര പേർ ജീവിക്കുന്നു, എത്ര കലാകാരന്മാർ, എത്ര കൊട്ടുകാർ, ഇതൊക്കെ എന്താല്ലേ. ഇപ്പം ആൾക്കാരൊന്നുമില്ലെങ്കിൽ കച്ചവടക്കാർ ഇവിടെ വരുമോ? ഇല്ലല്ലോ. അപ്പം ആൾക്കാർ കൂടണമെങ്കിൽ ഈ ആനയും വെടിക്കെട്ട് നിർബന്ധം തന്നെയാണ്. അപ്പം അതിന് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ എങ്ങനെ നടപ്പാക്കാം അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്ന അതിനുള്ള പരിഹാരമാണ് കാണേണ്ടത്, അല്ലാതെ ഒഴിവാക്കുകയല്ല. നന്ദി, നമസ്കാരം.